അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ മങ്കരം നിന്ന് ഏകദേശം 1 കിലോമീറ്ററിന് താഴെയാണ് നമുക്ക് ദൂരം. മങ്കരം നിന്ന് കോട്ടായിക്ക് പോകണം മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ദൂരം വരുന്ന വെറും 400 മീറ്റർ. റോഡ് സൈഡ്, പഞ്ചായത്ത് റോഡിൻ്റെ സൈഡ് നിറയെ വീടുകളുടെ പരിസരം, അതേപോലെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കൊടുക്കാനുള്ളത് 14 സെൻറ്റ് സ്ഥലവും അതിൽ പഴയ തറവാട് വീടും ഒരു ഓപ്പൺ കിണറും. ഈ ഓപ്പൺ കിണറും തറവാട് വീടും നമുക്ക് തികച്ചും ഫ്രീ ആണ്. വെറും സ്ഥലത്തിൻ്റെ വിലക്കാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് 1,25,000 രൂപയാണ് ഫൈനൽ റേറ്റ് ആണ്. ഇവിടെ നിങ്ങൾ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. അതിൽ കുറഞ്ഞിട്ടൊന്നും നമുക്ക് ഇവിടെ എവിടെയും സ്ഥലം കിട്ടില്ല. അതിൽ കൂടുതലാണ് ഇവിടെ എവിടെ അന്വേഷിച്ചാലും റേറ്റ് പറയില്ല. അപ്പോൾ ലാസ്റ്റ് റേറ്റാണ് നമ്മൾ ചാനലിൽ പറയുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് കാണാം. പിന്നെ നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണാം. വീട് ഇതിൽ നമുക്ക് തികച്ചും ഫ്രീ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഫുൾ ഭാഗങ്ങൾ കാണാം. വീഡിയോൻ്റെ ലെങ്ത്തും കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്, കാണുന്നവരെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ഹാള്, അതിന് മുകളിൽ തട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഹാള്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്കൊരു റൂമുണ്ട്. ഉള്ള നല്ല സൗകര്യത്തിൽ തന്നെയാണ്. ഇങ്ങനെ നിലനിർത്തേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ നിലനിർത്താം. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ഹാള്, അതിലും തട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ബെഡ്റൂം ഉണ്ട്. അതേപോലെ ഈ ഭാഗത്ത് കിച്ചൺ, മുകളിലേക്കുള്ള കോണി. പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇനി നേരിട്ട് വരുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാണ് മങ്കര കോട്ടായി കോയൽമന്നം ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ്. എല്ലാ ഭാഗത്തും നമുക്ക് ടാറിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ കോൺക്രീറ്റ് റോഡും ഉണ്ട്. നല്ല ഫ്രണ്ടേജുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് തുടങ്ങുന്നത്. ഈ വാഴകൾ നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ റോഡ് ഫ്രണ്ടേജായിട്ട് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. പിന്നെ തൊട്ടടുത്തൊക്കെ നമുക്ക് പുതിയ വീടുകളുടെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ 100% നല്ല നിരപ്പായുള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. 14 സെൻറ്റിന് വേണ്ടത്ര റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഒരു 2 വീട് വെക്കാനുള്ള ഫ്രണ്ടേജ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. നാടൻ കിണറാണ് വെള്ളത്തിന് സൗകര്യത്തിന്. അതേപോലെ തന്നെ നിറയെ വീടുകളുടെ പരിസരമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടേജ് വരുന്നത് ഇതുവരെയാണ്. നമ്മളെ ഫ്രണ്ടേജ് വരുന്നത് ആ ചെമ്പരത്തി പൂ കാണുന്ന ഇതുവരെയൊക്കെയാണ് ഫ്രണ്ടേജ് ഉള്ളത്. ഈ ഭാഗത്തു കൂടെയൊക്കെ നിറയെ വീടുകൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ നീട്ടി വലിച്ച് പോകണമെന്നില്ല, കാരണം നമുക്ക് സ്ഥലത്തിൻ്റെ വിലക്കാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉൾഭാഗം കാണാം. ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നാടൻ കിണറിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെങ്കിലും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഒരു പൈപ്പ് കണക്ഷൻ ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഒരു പഴയകാല തറവാട് വീടാണ്. ഇപ്പോൾ താൽക്കാലികം താമസിക്കേണ്ടവർക്കാണെങ്കിൽ ഒരു കോട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ വീട് നല്ല അടിപൊളി വീടായി. വേറെ മെയിൻ്റനൻസ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് ഒരു സൈഡിൽ അതിര്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിലായാലും ഫുള്ള് വീടുകൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് വീട്. ഒരു പഴയകാല തറവാട് വീടാണ്. അതേപോലെ തന്നെ ബാക്കിലേക്കായാലും നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഒരു വീട് പൊളിച്ച് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു വീട് വെക്കണമെങ്കിലും കുറച്ച് ഇറക്കി കെട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഗാർഡനും വണ്ടി പാർക്കിങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വീട് സെറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലാണ് ഈ 14 സെൻറ്റ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് സൈഡ്. അതേപോലെ തന്നെ ഈ സൈഡിൽ അതിൽ നമുക്ക് കമ്പിവേലിയാണ്. തൊട്ടതിരിൽ അവിടെ വീടുകളാണ്. ഒരു വീട് വെക്കേണ്ട ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു കുളി റൂമും ടോയ്ലറ്റും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ സൈഡിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ നാടൻ കിണർ. ഇതാണ് വീടിൻ്റെ അടുക്കള ഭാഗം. നാടൻ കിണർ യഥേഷ്ടം വെള്ള സൗകര്യമുള്ള ഏരിയയാണ്. അത് ചപ്പൊന്നും വീഴണ്ടെന്ന് കരുതിയിട്ട് വലയിട്ട് മൂടിയിരിക്കുകയാണ്. നല്ല പാമ്പേരൊക്കെ ഇട്ടിട്ട് കളച്ചിട്ടുള്ള കിണറാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വേനൽ സമയത്തും നമുക്ക് ഇഷ്ടം പോലെ വെള്ളമാണ്. പിന്നെ നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ്. പാലക്കാട് ജില്ലയിൽ മങ്കര, അതായത് പത്തിരിപ്പാല കഴിഞ്ഞിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു 12 കിലോമീറ്ററാണ് ദൂരം. പാലക്കാട്ടേക്ക് നമുക്കൊരു 10-21 കിലോമീറ്ററാണ് ദൂരം. മങ്കരം നിന്ന് നമ്മൾ കുഴൽമന്നം പോകണം, നാഷണൽ ഹൈവേക്ക് പോകുന്ന റോഡിലാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. ആ പോകണ മെയിൻ റോഡിൽ നിന്ന് ഒരു 400 മീറ്റർ ഉള്ളിലേക്ക്. അപ്പോൾ നിറയെ വീടുകളിലെ പരിസരം, സ്ഥലത്തിനൊക്കെ നമുക്ക് ഇവിടെ നല്ല വിലയുള്ള ഏരിയയാണ്. ഒരു അർജൻറ്റ് വിൽപ്പനയായ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു റേറ്റിന് ഈ വീടടക്കം കൊടുക്കുന്നത്. വീട് നമുക്കിൽ തികച്ചും ഫ്രീ ആണ്. ആ പളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന്
1,25,000 റുപ്യ. അതേപോലെ തന്നെ നമുക്ക് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല കോങ്ങാടിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ വിലയുടെ ഹൗസ് പ്ലോട്ടുകൾ കിട്ടാണ്ട്. അതിപ്പോൾ അടുത്ത മാസം ഒരു പകുതിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. സെൻറ്റ് 45,000 രൂപ മുതലാണ് നമുക്ക് പ്രോപ്പർട്ടികൾ ഉള്ളത്. അപ്പോൾ വേണ്ടവർ ഓഫീസ് നമ്പറിൽ വിളിക്കപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ പണികൾ റോഡ് സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചിട്ട് നമ്മൾ കാണാനുള്ള സൗകര്യം ചെയ്തു തരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.